സുധി കളിക്കണ്ടെന്ന് നമ്മൾ കളി തീക്ഷ്ണമായ എൻഡിങ്ങിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റനും നാട്ടമാർക്ക് വർത്താനം കേൾക്കാൻ നിൽക്കാനേ വിഷ്ണു ഭയങ്കര സിക്സ് അടിച്ച് ഞാൻ റെക്കോർഡ് അമർത്താൻ മറന്നുപോയി. വിഷ്ണു ഇതുവരെ കിടച്ചോണ്ടില്ലായിരുന്നു, ഇപ്പൊ നനച്ചോണ്ടിരിക്കുന്നു. മൂന്ന് ബോളില് 2 റൺ. ആളിവിടെ എത്തിക്കണേ. തോറ്റ ഒരു കള്ളക്കളിയാണ്. നിങ്ങൾ 1 റൺ വേണ്ടോ? എന്റെ 6 പൊളിച്ചു. തോറ്റേന്ന് പറയാനായിട്ടില്ല, ബെസ്റ്റ് ഓഫ് 3 ആണ്. കാണാൻ വരുന്നത് പറ. അപ്പോൾ ടർഫിലാണെന്ന് പൂരം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, നേരെ അഖിലിൻ്റെ വീട്ടിലേക്ക്. അഖിലും ജ്യോതിനെയും കൂട്ടിയിട്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം. ഗ്രൗണ്ടിൽ ആരൊക്കെ ഉള്ളത് നോക്കാം, എന്നിട്ട് ചെക്കന്മാരെ കൂട്ടി നേരെ ടർഫിൽ. ഷൂട്ടിനായി ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ ജ്യോതി വന്ന് നമുക്ക് അങ്കത്തട്ടിൽ കാണാം. എവിടേക്ക് പോണ്ടേ? ഇത് കണ്ട കേസ് കളിക്കാൻ പോണ നേരത്തെ കുട്ടിക്ക് ഇതാ ചിത്രം വരച്ചെടുക്കണ്. കുട്ടികളുടെ അച്ഛന്മാരെ വിഷമം മനസ്സിലാവൂല. പോയിന്റ് കണ്ടിന്യൂ. എന്നാ പോവാ ജ്യോതിയാ, തകർക്കല്ലേ? ഇന്ന് ജീവൻ മരണ പോരാട്ടം. അപ്പോൾ നമ്മൾ പോവാണ് കേസ്. പ്ലീസ് യൂസ് ഹെൽമെറ്റ് വൈൽ ഡ്രൈവിംഗ്. മാത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടാണ്. ഇതാണ് ഗൈസ് നമ്മുടെ സുധി കളിക്കണ്ടെന്ന്. ചെയ്യാൻ പറയാനല്ല, ക്രിക്കറ്റ് കളിക്കാൻ വന്നാണ്. വിനോ കളിക്കണ്ട നമുക്കിന്ന്, തകർക്കൂലേ? ഇന്ന് ക്യാപ്റ്റൻ ചെയ്യാന്നൊക്കെ കേട്ട്. അതാരെ ക്യാപ്റ്റൻ? എന്താ ഓനെ എല്ലാ കളിലും ബാറ്റും ബോളൊന്നും കിട്ടില്ല. അതുകൊണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ ബിനു ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ കളിയിൽ നിന്ന് ജയിക്കും. പിന്നെ വിഷ്ണു ആണ് അവന്റെ ശത്രു. വിനുവിന്റെ ക്യാപ്റ്റൻസിയാണ്. അല്ല, ഞാൻ ബിനു ക്യാപ്റ്റൻസി ആയതുകൊണ്ട് വന്നേ. ഞാൻ അല്ലാന്ന് പറഞ്ഞു. ബിനോയുടെ ക്യാപ്റ്റൻ വിഷ്ണു അനക്കെന്തൊരു പുച്ചോ? സുഖം. അപ്പോ നമ്മള് ജയിക്കൂലേ? വിഷ്ണു വരടാ, ഇന്നത്തെ കളി നമ്മള് ജയിക്കൂലേ? ഉറപ്പല്ലേ? അപ്പൊ കളി തുടങ്ങാൻ പോണേ. അനൂപ് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ, മെയിൻ പ്ലെയർ, ശത്രു. ഇങ്ങള് വിജയ ടീമിലല്ലേ? ഞങ്ങൾക്ക് ഒരു ടീമിലാണ്. അത് ബാറ്റ്സ്മാൻ അല്ലായിട്ടല്ലേ? അപ്പൊ എനിക്ക് പറ്റും. ഇത് നമ്മളെ ക്യാപ്റ്റൻ ഒരു ഹായ് പറയും. അയാളെന്ത് മോശം, എന്ത് മോശം. നിക്ക് നോക്ക കാണിക്ക്. നമുക്ക് ഏതാണ്? അത് കുഴപ്പമില്ലടാ, പ്രശ്നമില്ല. നിങ്ങളെ ടീമിനൊരു ക്യാമറമാൻ ആക്കി. നിങ്ങളുടെ ടീമിനൊരു ക്യാമറമാൻ ക്യാപ്റ്റൻ. വിഷ്ണു
വിഷ്ണു അങ്ങനെ പറയണ്ടോ? എന്താ വിഷ്ണു എടാ ഇതാണ് ശത്രു വിഷ്ണു എവിടാ? ഞങ്ങൾ ബോളിംഗ് ആണ്, ഞങ്ങൾ ബോളിംഗ് ആണ്. പ്രാക്ടീസ് ഇത് എവിടേക്കാ? ആകാശത്തേക്കാ? അല്ല ആദ്യം ആകാശം ഒന്ന് ഉണങ്ങിയതാ. എന്തിനാണ് ഇങ്ങനെ സിക്സ് ഒക്കെ വാരി കൂട്ടണ്? ശ്രുതി അടി കുടുങ്ങാത്ത സ്ഥലത്തേക്കാ? അടി കൊടുങ്ങാത്ത സ്ഥലത്തേക്ക് പോയിരിക്കണ്ടേ? എന്നാ ഇവിടെ എവിടെയെങ്കിലും പോയിരുന്നു. ഹലോ പറ്റല്ലേ? ലാലു തയ്യാറായി ഗൈസ്. മെയിൻ പ്ലെയർ വന്നിട്ടാ, മെയിൻ പ്ലെയർ. ഇത് ഇവിടുന്ന് കിട്ടിയാ ഞങ്ങളത് പിന്നെ ഞങ്ങള് വട്ടോൾ ടീം ഇന്ന് വിജയിക്കുന്ന കണ്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വിജയിക്കൂല ഒരിക്കലില്ല. ലൈൻ ബോൾ വൈഡാണ്. നിജിന എന്താട്ടോ അങ്ങനെ വെക്കുന്നത്? ലൈൻ ബോൾ വൈഡാണ്. ബാറ്റ്സ്മാൻ അപ്പോ ഫസ്റ്റ് ഉള്ള കുറ്റി എടുക്കണം. അപ്പൊ തന്നെ ചൂടാണ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ സെറ്റല്ലേ? ആ ഒക്കെ സെറ്റാണ്. സെറ്റല്ലേ? സുധീന്റെ മാസ്മരികമായിട്ടുള്ള കളിൻ്റെ ഇടയ്ക്ക് അപ്പോൾ കളി തുടങ്ങി. ഞാൻ കുറച്ചു നേരം ഒന്ന് ഫീൽഡ് നിൽക്കട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് കളി കാണും. ഒറ്റപ്പാട് ഗ്രൂപ്പിലില്ലേ ഫോമുണ്ടല്ലേ? ഇതൊന്നല്ല മെല്ലെടുത്ത വേറെ വെറുതെ റണ്ണ് കളി. നല്ല ഫീൽഡ് നല്ല ഫീൽഡാ. ഗുഡ് ബോളിംഗ്. അതാ കുറച്ചാണ് ആ ബോള് പോയത്. ഞാനൊരു ഓവർ ചെയ്ത് ഒരു 6 ഒരു വിക്കറ്റ്. ഞങ്ങൾ തീരുമാനിക്കൂട്ടാ. വേണ്ട ബോസ്. ഫോമുള്ള പ്ലെയർ എത്ര 6 കൊടുത്ത്? 3 കൊടുത്തില്ലേ? ശരി മൊഴി അയ്യേ 3 6 എടുത്തോ. ഓക്കെ കഴിവല്ല.
ഓന എന്റെ അന്തകനാ നിജിന് കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിട്ടയക്കാനാ. ആ ക്യാച്ച് നമുക്ക് കിട്ടി. ക്യാച്ച് എൻ്റെ അടുത്ത് കൂടെ പോളൂ. നായി 3 ഇച്ച കിട്ടിയൊക്കെ അതിലുണ്ട്. ഇനി എന്താ അങ്ങനൊക്കെ പറയണേ. പോട്ടെ ഒരു 4. വാടാ അപ്പ നോക്കിയാ. ഓക്കെ വാടാ. നാട്ടുന്നുണ്ടായി എറിഞ്ഞാനെടുത്ത് നോക്കുക. ഞാൻ എറിഞ്ഞാലേ അതെ ആ ഉമ്മ ഞാനും കൊടുക്കുമല്ലോ വെച്ചാ. ഓൻ്റെ അടുത്ത് ഒരു ഉമ്മ നമ്മള് 10,000 ഉമ്മ തരണേ. എത്താടെ കണ്ട ഒരു ഉമ്മക്ക് എന്ത് വിലയുള്ളത്. അത് കിട്ടിട്ടോ മോനെ തരൂല. മരണ പോരാട്ടാണ്. ആര് വീഴും ആര് വാഴും എന്നുള്ള എന്താ പറയാ നല്ലൊരു ഇതുള്ളൊരു. എനക്ക് ഇതിനെ പറ്റി പറയാൻ ഞാൻ പറഞ്ഞുതരാം. പറയാനല്ല പറഞ്ഞു അടിക്കുന്നത് മിഥുന്റെ CK ചൈരിയാങ്കിലോ ബ്രാക്കറ്റില് കുട്ടാപ്പൂ. കളിയിലെ പറ്റി പോരാനുള്ള സാഹചര്യങ്ങളും വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ അവിടുന്ന് എപ്പോ എങ്ങനെ പോറാന്ന് വിചാരിച്ച് ആരൊക്കെ പോറാന്ന് വിചാരിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ക്യാച്ച് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു. അത് പോറാവേണ്ടതാണ്. ചെക്കൻ ഫീൽഡ് മരിച്ച ഫീൽഡ്. ക്യാപ്റ്റൻ വിനു മച്ചൻ വിനു KF അറിയില്ല വെക്കാൻ അറിയില്ലേ. ഷോട്ട് ബോയ്. ഞാൻ പറഞ്ഞ മാത്രം അനുഭവിച്ചു. 27 37 എടാ വൈഡല്ലോ താനോ 27 എത്ര റൺസാടാ ജയിച്ചങ്ങള്? വീഡിയോ ഓഫാക്കി കഷ്ടപ്പെട്ടടിച്ചാണ്. ഓടി വരാൻ പറഞ്ഞു.
ചാടി ക്യാമറ ഡബിൾ കിട്ടും ബൈ ഫോർ ഇനി എത്ര ഉണ്ട്? ഇട്ടല്ല എന്നല്ലേ പറഞ്ഞേ? രണ്ട് റണ്ണിന്റെ കളി. ഒരു റണ്ണ് സമനിലയ്ക്ക്. എത്ര ബോളുണ്ട്? ഇനി എത്ര ബോളുണ്ട്? 3 ബോളിൽ 2 റണ്ണ്. 3 ബോളായി. ഫസ്റ്റ് ഡോട്ട് അടിച്ചിട്ട് ഓടാത്ത ഒരു 6. രണ്ടാമത്തെ അതെങ്ങനെ എടാ അവിടെ എത്തിക്കണ ആള് എടാ ആളിവിടെ എത്തിക്കണേ ഇവിടെ സംഭവം ഉണ്ടായതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളിവിടെ എത്തിക്കണ 5 റൺ ഇല്ല. ആളവിടെ നിർത്തിയിട്ടില്ല. ഒരിക്കലും നമ്മൾ സമ്മതിച്ചല്ല. 5 റണ്ണ് കൂട്ടുള്ളൂ. 5 റണ്ണുള്ളൂ. ഓട്ടം ഫുൾ ആയിട്ടില്ല. 5 റണ്ണാണ്. 5 റണ്ണ് കൂട്ടുള്ളൂ. 5 റണ്ണ് റണ്ണിന് 3 ബോളിൽ 3 റണ്ണ്. ഹലോ അപ്പൊ നോക്കിയാൽ ഇതിപ്പോ തോറ്റ ഓരോ കള്ളക്കളിയാണ്. പിന്നല്ല എടാ ഞങ്ങക്ക് നിങ്ങളാ ഒരു റണ്ണ് വേണ്ടോ ഇതാണ് നമ്മളെ സാറ്. സൂപ്പറാ. അങ്ങനെ നമ്മൾ ജയിച്ചു. ഹലോ കുറച്ച് കേട്ടോ കുടിക്കാൻ. ഹലോ എൻ്റെ 6 പൊളിച്ചു. നിർണായകം ആ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ. അല്ലല്ലേ എറിഞ്ഞു പിടിച്ചേ. എന്താ തോറ്റേന്ന് പറയല്? തോറ്റേന്ന് പറയാനായിട്ടില്ല. ബെസ്റ്റ് ഓഫ് 3 ആണ്. ഒരു മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും തോറ്റില്ലേ? അത് മതി. പിന്നെ ഞങ്ങൾ അടുത്ത കളി ഫീൽഡിങ് തിരഞ്ഞെടുത്തിരിക്കുന്നു. പകൽ ബാറ്റ് ചെയ്യാൻ പോകുന്നു. ഈ കളി ജയിക്കുമോ? ജയിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ട് പറയാം. കേട്ടിട്ടുണ്ട് നമ്മള് ജയിക്കളി കളി. പുതിയ 50,000 കുറഞ്ഞ ഗൾഫ് പറഞ്ഞ മോനെ സിംഗിൾ ആയിട്ടില്ല അവൻ തട്ടിക്കണ്. അവനടുത്ത് കേറുന്നുണ്ടാ? ഇയാളെനിക്കറിയോ മോനെ? ഏതൊക്കെ മലയാള സിനിമയൊക്കെ ഉണ്ട്. വിജയന്റെ പടത്തിലുണ്ട്. ഏതിലൊക്കെ ഉണ്ട്? പടത്തില് 30 ചെറിയ വയസ്സൊക്കെ ഉണ്ട്.
മോനെ ക്യാപ്റ്റൻ സാധനം കൊണ്ട് പോയി നിന്നല്ലോ. കണ്ടെത്തി തല 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 ഓല ടീമിന്റെ തല ക്യാപ്റ്റൻ മോനെ എടാ ചെക്ക കിട്ടി കിട്ടി അമ്പോ വാടാ അടിച്ച പോലെ തന്നെ മാസ്മരികം കൊണ്ടുപോയിട്ട് കിട്ടും ഔട്ട് 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 പല്ലാണ് ചെയ്ത് സമാധാനിക്കാം കൂടുതൽ വേണ്ട 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 വിഷ്ണു കണ്ടോ കണ്ടോ ഓട് 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 ടച്ച് വേണ ഈ കോപ്പ് വറക്കണല്ല വീഡിയോന്റെ ഫസ്റ്റ് ഫോട്ടോ അല്ലേ അത് കൊടുക്കാനാണ്. ഇതാണ് നമ്മുടെ മാമൻ. അയ്യോ ഗൈസ് കാളിയാണ് വെറുതെ തമാ നൽകല്ലേ ഞാൻ പറയാം അയിമ തട്ടിച്ച് കണ്ടില്ല ഉള്ളത് പറഞ്ഞോ എന്തെങ്കിലും വേറെ കേസാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. എന്റെ അഭിപ്രായം എന്താ? സുധീന്റെ അഭിപ്രായം എന്താ? ഈ നാട്ടന്മാർക്ക് വന്നിട്ട് ഈ വർത്തമാനം കേൾക്കാൻ നിൽക്കാനേ കാലാണ് ഇങ്ങനെ വെച്ചിക്കണേ കാലിന്റെ അടിയിലെ വന്ന് എന്തായാലും ഇഷ്ടം നിങ്ങൾ കളിക്കണ ഇത് കേട്ടാണ് ആൾക്ക് തിന്നാൻ പോവാൻ പൈസ വെച്ചാ ആളത് മയം വെയിലും ഇതൊന്നും കാണണ്ട കുഞ്ഞാളോട് ബോളാന്ന് പറഞ്ഞ സത്യം പറഞ്ഞൂടെ ഒരാഴ്ച ഉണ്ടാവും.
സിക്സ് ആയിക്കടാ സിക്സ്. ഞാൻ വിചാരിച്ചിരുന്ന മൂപ്പര് ഔട്ടായിട്ട് വരുവാന്ന്. ഞാൻ ബാറ്റിക്ക് വന്നപ്പോ ഇവിടെ ഒച്ചപ്പാട് ബാറ്ററി പാഞ്ഞാണ് അവിടുന്ന്. ഇവിടെ എടുക്കാല്ലേ, സ്പേസ് പോരാ. അതെ വരട്ടെ വരട്ടെ വരട്ടെ, മാക്സിമം എടുത്തോടെ എത്ര വെച്ച് വരുന്നത് പോന്നോട്ടെ. ഫസ്റ്റ് 2 ഓവർ തന്നെ 10 അത്യാവശ്യം റണ്ണായിക്കണം. ശ്രദ്ധിക്കണം നിങ്ങൾ. ഫോർ ബസ് ബസ് ബസ്. എത്രയായി? എന്തായാലും തോറ്റിക്കണ്. എഴുപത്താറ് റണ്ണ്. മോനെ 6. കളി അതിന്റെ എന്താ പറയാ തീക്ഷ്ണമായ എൻഡിങ്ങിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റനും തമ്മിലുള്ള കളിയാണ്. അതാണ് അത് ശരിയാണല്ലോ, അങ്ങനെ തന്നെ ഉണ്ടാവില്ല. കുറ്റി തെളിച്ചു ഗൈസ്. അതാ നമുക്ക് എത്ര സ്കോർ? എത്ര? 45 റൺ, 46 റൺസ് എടുത്താൽ 8 ഓവർ ജയിക്കാം. നമുക്ക് എത്ര? 21 റണ്ണായി. ഇഷ്ടം പോലെ ഓവർ ഇറക്കാണ്. അപ്പൊ നമ്മൾ എന്തായാലും ജയിക്കും. വിഷ്ണു ആണ് അടുത്ത്, നമ്മളെ ക്യാപ്റ്റനാണ് ഇറങ്ങിയില്ലേ. നമ്മളെന്തായാലും ജയിക്കും. കുറ്റി പോയി വന്നിരിക്കുന്നു ഗൈസ്. ഇതിന്റെ ആരാണ്? സുധിമാമൻ റസ്റ്റിലാണ് ഗൈസ്. സുധിമാമൻ ഞങ്ങളെ കമന്ററി ആണിത്. കമന്ററി അല്ല നമ്മൾ ജയിക്കൂലോ? തീർച്ചയായിട്ടും നമ്മൾ തന്നെ ജയിക്കും. നമ്മൾ എന്തായാലും കൊണ്ടുപോകും. പിന്നെ അല്ല, നമ്മൾ ജയിക്കും ഗൈസ്. അടുത്ത ലാലും ഇറങ്ങി ഔട്ടായി വന്നു. കാരണം ആദ്യം ഞാൻ മറന്നെടുക്കാൻ അതൊരു കീപ്പർ കേച്ച് ഞാൻ മറന്നു. കൊള്ളിയാണല്ലേ? തിരികെ വെക്കാം. ക്യാപ്റ്റന്റെ കളി ഇന്ന് വിഷ്ണു ക്യാപ്റ്റന്റെ കളി ഇപ്പൊ കളിക്കുന്നതാണ്. ഒന്നും ഇടൂലടാ, ഒന്നും ഇടൂല, പേടിക്കണ്ട. നല്ല കാറ്റായിരുന്നു. വൈറ്റ് ബോൾ ഔട്ടായല്ലേ? അഞ്ചാമത്തെ വിഷ്ണു ഭയങ്കര സിക്സ് അടിച്ച് ഞാൻ റെക്കോർഡ് അമർത്താൻ മറന്നു. എത്ര റണ്ണിന്റെ കളിയാ? 5 റണ്ണിന്റെ കളിയാണ്. 5 റണ്ണിന്റെ കളി ഞങ്ങൾ ജയിച്ചു. വാശിയേറിയ പോരാട്ടോ അല്ലേ? ഒരു വാശി ഞങ്ങൾ ജയിച്ചു. ആർക്കഞ്ഞ് വാശി ചെയ്യാൻ 5 റണ്ണിന്റെ കളി പറ്റൂലേ? ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. 10 എനിക്കും
വണ്ടി കിട്ടിയ വണ്ടി കയറി നമ്മളതൊക്കെ ഇങ്ങോട്ടാണല്ലോ കട്ട് ചെയ്ത് അവർക്ക് അങ്ങോട്ടേന്നല്ല പിന്നെ പിള്ളേരെ തൊടേന്നിട്ടാ പിള്ളേരെ അവസ്ഥയിലാണിട്ടാ കറുപ്പ് വണ്ടി കയറി പായണ്ടത്. പോയി കൊള്ളാം കൊള്ളാം. ഇനി ക്യാപ്റ്റൻ ജയിപ്പിക്കുന്നതാണ് വിശ്വ. ജയിപ്പിക്കൂലേ? വിഷ്ണു ഇതുവരെ കിടച്ച വണ്ടിയിലായിരുന്നു, ഇപ്പൊ നനച്ച വണ്ടി. എത്ര റണ്ണാണ് നീ? அதுக்காக പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് പണി നനച്ച വണ്ടി വന്നിருக்கு. ഉണ്ണിക്കണ്ണാ ഓൻക്കൊരു പെർമനന്റ് കമന്റും ഉണ്ടല്ലോ. 3 റണ്ണിന്റെ കളി. കൊള്ളാം വിഷ്ണു കൊള്ളാം. നല്ല പേട്ടാ, നല്ല കാറ്റ്, നല്ല കാച്ചി. കുണ്ടത്തിനെ കാണിക്കണ്ട വീട്ടിൽ പോലെ വീണ്ടും പറയുന്നു. അതിപ്പോ എല്ലാരും കേൾക്കണല്ലോ. അതിപ്പോ പ്രശ്നം മാന്യൻ. ഹലോ ഹലോ 3 റണ്ണിന്റെ കളി. പന്ത് പിന്നെ വരുള്ളൂ, വെയിറ്റ് ചെയ്താണ്ട് ചെയ്യിലക്കി. മോനെ മക്കള് തടുത്താ. ഞങ്ങൾ ജയിച്ചിരിക്കുന്ന കളി കഴിച്ചിട്ട് കാണാൻ വരുന്നത് പറ. ഞങ്ങൾ ജയിച്ചിരിക്കുന്ന തോറ്റ ക്യാപ്റ്റൻ ഗൈസ്, തോറ്റ ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും വരും, ഞങ്ങൾ എന്തായാലും വരും. ഇവിടുത്തെ ടൂർണമെന്റ് 2-2 ആണല്ലേ? ഇന്ന് ഞങ്ങൾ ജയിച്ചില്ലേ? ആ, എന്താണ് പറയാനുള്ളത്? അതിനിപ്പോ ഒന്നും അവർക്ക് കൊടുക്കാനൊന്നുമില്ല. ആ പറയേ, അല്ല എന്തോ പറയണ്ടേ? അപ്പൊ ഇന്നത്തെ മിഞ്ഞാന്നത്തൊക്കെ പറയണേ. ഞങ്ങൾ ജയിച്ചു. യൂട്യൂബില് ഇവര് തോറ്റവരാണ് ഗൈസ്, ഇവര് തോറ്റവരാണ്. ഫസ്റ്റ് കളിക്കാൻ നമ്മളെ ടീമിലുണ്ട്. ഫോട്ടോ എടുക്കണോ? തോറ്റവര് തമ്മിലില്ല.